Welcome all to the new session. In this session, we will discuss JEE Mains 2020 current electricity chapter. Question. Okay, now we will question. Question first. The current I1 in ampere flowing through 1 ohm resistor in the following circuit is. Now, a circuit diagram options. In this circuit diagram, 1 ohm resistor, that is this resistor, this 1 ohm resistor pass current value ആണ് കണ്ടുപിടിക്കുന്നത്. ആ current value ആംപിയറിലാണെന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഏതാ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഓംസ് ലോ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഓംസ് ലോ. എന്താണ് ഓംസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ കറണ്ട് ഐ. അതായത് ഒരു രണ്ട് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ കാണുന്ന റെസിസ്റ്ററിൽ ഈ പോയിന്റ് എ ആണ്, ഈ പോയിന്റ് ബി ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിലോട്ടുള്ള ഈ റെസിസ്റ്റർ ആർ, ഇത് റെസിസ്റ്റർ ആർ ആണ്, ഇത് റെസിസ്റ്റർ ആർ ആണ്. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ ബി ഉണ്ടെന്ന് കരുതുക. ഈ എ ബി പോയിന്റിൻ്റെ ഇടയിൽ വി എ ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ ഒരു കറണ്ട് ഐയും കൂടി പാസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു റെസിസ്റ്ററിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ട് പാസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓംസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അവിടെ റെസിസ്റ്ററും അതിന് അക്രോസ് ആയുള്ള പൊട്ടൻഷ്യലും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ് ഓംസ് ലോ പറയുന്നത്. എന്താ റിലേഷൻ? ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ. അതായത് ഈ കേസിൽ നമ്മൾ ഈ കണ്ട എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. കാരണം ഈ പോയിന്റ് എയും ബിയിലെ ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലേ. ഏതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എയും ബിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് ഈസ് വോൾട്ടേജ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓംസ് ലോ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള ഈ 1 ഓം റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. ഓക്കെ, അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം രണ്ട് പോയിന്റ്സ് എടുക്കും. ഏതൊക്കെയാ പോയിന്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് എ പോയിന്റ്, ബി പോയിന്റ്. ഇത് രണ്ടുമാണ് നമ്മുടെ പോയിന്റ്. കാരണം എന്താ? ആദ്യം നമ്മൾ ഈ എയും ബിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കും. ആ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓംസ് ലോ. ഓക്കെ, അപ്പോൾ ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ഈ എൻ്റെയും ബിയിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് ഐ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പോയിന്റ് എ, ഇത് പോയിന്റ് ബി. എയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് ഐ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓംസ് ലോ ഉപയോഗിക്കും. എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓംസ് ലോൻ്റെ കേസ് നമ്മൾ കണ്ട്, ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ഐ. നമുക്കിവിടെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ. ഏതിനിടയിലുള്ള കറണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്ന കറണ്ട് എന്ന് വെച്ചാൽ എൻ്റെയും ബിൻ്റെതോ ഈ പോയിന്റ് ആയ എൻ്റെയും ബിൻ്റെ ഇടയിലുള്ള കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ എടുക്കണം? എ ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ എടുക്കണം. ഡിവൈഡ് ബൈ എ ബി പോയിന്റ് ഇടയിലുള്ള എത്ര റെസിസ്റ്റൻസ് ആണോ അത്ര റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അവിടെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് വി എ ബി, അതായത് എയും ബിയുടെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം അല്ലേ. ഓക്കെ, ഈ സർക്യൂട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു 1 വോൾട്ട് ബാറ്ററിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ 1 വോൾട്ട് ബാറ്ററിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായാലും 1 വോൾട്ട് ആയിരിക്കും. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്തിനോടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? എ എന്ന് പറഞ്ഞ പോയിന്റ് അത് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ പോയിന്റ് ബി, നമ്മൾ നേരത്തെ ബി മാർക്ക് ചെയ്ത പോയിന്റ്, അത് ഏതിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്? അതായത് ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ, അത് പ്രൊവൈഡ് ചെയ്യുന്ന EMF എത്രയാണോ, ആ സെയിം പൊട്ടൻഷ്യൽ തന്നെയാണ് എവിടെയും വരിക, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, കാരണം എന്താ? ശരിക്കും പറഞ്ഞാൽ ഈ എ ബി എന്ന് പറഞ്ഞ ബ്രാഞ്ചും ഈ 1 വോൾട്ട് ബാറ്ററിയും പാരലാണ്. ഓക്കെ, ഇത് രണ്ടും പാരലാണ്. ഇത് രണ്ടും പാരലായതുകൊണ്ട് തന്നെ പാരൽ കേസ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാരണം പാരലിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും.
ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ ബാറ്ററിയും ഈ കാണുന്ന ഈ ബാറ്ററിയും ഈ സർക്യൂട്ടിൻ്റെ എ ബി എന്ന് പറഞ്ഞ ഈ ബ്രാഞ്ചും എന്താണ്, പാരലാണ്. പാരൽ ആയതുകൊണ്ട് വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ ബാറ്ററിൻ്റെ വോൾട്ടേജ് ഇവിടെ തന്നിരുന്നു. എത്ര ബാറ്ററിൻ്റെ വോൾട്ടേജ് പറഞ്ഞിട്ടുള്ളത്? ബാറ്ററിൻ്റെ വോൾട്ടേജ് 1 വോൾട്ടാണ് തന്നിന്. ഓക്കെ, ബാറ്ററിൻ്റെ വോൾട്ടേജ് 1 വോൾട്ടാണ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും എവിടെയും വരിക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി വി എ ബി ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് ചെയ്താൽ 1 വോൾട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് വി എ ബി എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമുക്ക് വി എ ബി എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ വി എ ബി എന്നുള്ള വാല്യൂ കിട്ടി. ഇനി എന്തറിഞ്ഞാൽ മതി? ആർ എ ബി. ആർ എ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, അതായത് എയും ബിയിലും ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഇവിടെ എ ആണ് പോയിന്റ്, ഇവിടെ ബി ആണ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം ഈ 1 ഓമും 1 ഓമും പാരലാണല്ലേ. ഈ 1 ഓമും 1 ഓമും പാരലാണ്. പാരൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് ഈ 1 ഓമും 1 ഓമും പാരലായിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് കിട്ടും? നമുക്കത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് 1 ഓമും 1 ഓമും പാരലാണല്ലേ. 1 ഓം പാരലൽ ടു 1 ഓം. അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ എന്ത് കാണും? 1/r ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് 1/1 വിച്ച് ഈസ് ഈക്വൽ ടു 1/r ഈസ് ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ കിട്ടും. അങ്ങനെയാകുന്ന സമയത്ത് r ഈസ് ഈക്വൽ ടു 1/2 ഓം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 1 ഓം റെസിസ്റ്ററും 1 ഓം റെസിസ്റ്ററും പാരലായിട്ടുള്ള 2 1 ഓം റെസിസ്റ്ററിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണും. അങ്ങനെ അത് കണ്ടതിന് ശേഷം അതിൻ്റെ എക്വലൻറ്റ് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ് എക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാന്ന് വെച്ചാൽ ഈ 1 ഓമും 1 ഓമും നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചത് അത് എത്രയാണ്? 1/2 ഓമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ 2 പാരലൽ റെസിസ്റ്റൻസിന് പകരം അതിൻ്റെ എഫക്റ്റീവായ ഒരു 1/2 ഓം റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് കണ്ട ഈ 2 ഓം റെസിസ്റ്ററോടും ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? 2 ഓം റെസിസ്റ്ററും കൂടിയായി. അപ്പോൾ നമ്മൾ എയും ബിൻ്റെ ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അത് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പാരലായ 2 1 ഓം റെസിസ്റ്ററിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണും. എന്നിട്ട് ആ 2 പാരലായ 1 ഓം റെസിസ്റ്ററിൻ്റെ പകരം നമ്മളൊരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെക്കും. ആ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഏത് ഇക്വേഷൻ കൊണ്ട് കണ്ടുപിടിച്ചത്? 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. എന്നിട്ട് ആ 2 പാരലൽ റെസിസ്റ്ററിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ആ കിട്ടിയ വാല്യൂ, അതായത് 1/2 ഓം കൊണ്ടുള്ള ഒരു റെസിസ്റ്റർ നമ്മൾ അവിടെ കണക്ട് ചെയ്യും. പക്ഷെ കഴിഞ്ഞില്ല, കാരണം നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്? വീണ്ടും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നത്, ഈ എയും ബിയിലെ ഇടയിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അത് കാണണമെങ്കിൽ നമുക്കറിയാലോ ഇത് രണ്ടും, ഈ 2 റെസിസ്റ്ററും സീരീസിലാണ് അല്ലേ. സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഓം പ്ലസ് 2 ഓം, രണ്ടും ആഡ് ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു 2.5 ഓം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 2.5 ഓം എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐ എ ബി എന്നുള്ള പോയിന്റിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വി എ ബി ഡിവൈഡ് ബൈ ആർ എ ബി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വി എ ബിൻ്റെ വാല്യൂ കിട്ടി, ഓൾറെഡി 1 വോൾട്ടാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ആർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബിൻ്റെ വാല്യൂ എത്ര കിട്ടി? 2.5 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എഫക്റ്റീവ് ഐ എ ബി കണ്ടുകൂടെ? ആ ഐ എ ബി കാണണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി മാറ്റി ചെയ്തതാണ് ഇവിടെ. ദാറ്റ് ഈസ് ഐ എ ബി ഈസ് ഈക്വൽ ടു വി എ ബി ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ആർ എ ബി. ഓക്കെ, അത് വി എ ബി നമ്മൾ ഓൾറെഡി 1 വോൾട്ടാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ ആർ എ ബി നമുക്ക് 2.5 കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു 2.5. ഓക്കെ, അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ വിച്ച് ഈസ് ഈക്വൽ ടു 0.4 ആംപിയർ.
അപ്പോൾ കറണ്ട് പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നുള്ള വാല്യൂ നമുക്ക് എത്ര കിട്ടി? 0.4 ആംപിയർ ആയി കിട്ടി. അതായത് ഇവിടെ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഇതോ ഇവിടെ നമ്മളൊരു ഐ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഐ മാർക്ക് ചെയ്തതിൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്ര കിട്ടിയത്? I is equal to 0.4 ആംപിയർ. പക്ഷെ അതല്ല നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ചോദിച്ചത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ചോദിച്ചത് ഈ I1ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ I1ൻ്റെ വാല്യൂ എന്തായിരിക്കും? ശ്രദ്ധിക്കുക, ഈ 0.4 ആംപിയർ ആണ് ഈ 1 ohm പാരലൽ റെസിസ്റ്ററിലേക്ക് വരുന്നത്. പക്ഷേ ആ പാരലൽ റെസിസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് അത് ഡിവൈഡ് ചെയ്ത് പോകും, അത് ഡിവൈഡ് ചെയ്യപ്പെടും. ഓക്കെ, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ വാല്യൂ നോക്കിയാൽ മനസ്സിലാവും. ഞാനിവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട്. അതായത് ഇതാണ് നമ്മുടെ പാരലലിലെ രണ്ട് റെസിസ്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര തന്നെയാണ്? 1 ohm തന്നെയാണ്. അപ്പോൾ 1 ohm ആയതുകൊണ്ട് തന്നെ ഇത് 1 ohm ആണ്, അടിയിലും 1 ohm ആണ്. ഓക്കെ, ഇനി ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ 0.4 ആംപിയർ ആണ്. പക്ഷേ ഈ പാരലൽ റെസിസ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് രണ്ടും ഡിവൈഡ് ചെയ്യപ്പെടും. ഓക്കെ, ഡിവൈഡ് എങ്ങനെയാണ് ചെയ്യപ്പെടുക എന്നുള്ളത് അറിയണമെങ്കിൽ ഈ രണ്ട് 1 ohm റെസിസ്റ്ററും സെയിം ആണല്ലോ, സെയിം റെസിസ്റ്ററാണ് പാരലായിട്ട് വരുന്നതെങ്കിൽ അവിടെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇവിടെ രണ്ട് റെസിസ്റ്ററാണുള്ളത്. ഇപ്പോൾ രണ്ട് റെസിസ്റ്ററിനും ഈക്വലായിട്ട് ഈ 0.4 ആംപിയർ കറണ്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അങ്ങനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടണമെങ്കിൽ ഏത് രീതിയിൽ അതിനെ ഹാഫ് ആക്കിയ പോലെ. അപ്പോൾ എത്ര കറണ്ടാണ് പോകാൻ? 0.2 ആംപിയറും ആയിട്ടാണ് 1 ohm റെസിസ്റ്ററിലും പാസ് ചെയ്യുക. അതേപോലെ താഴെയുള്ള 1 ohm റെസിസ്റ്ററിലൂടെയും 0.2 ആംപിയർ കറണ്ടായിട്ടാണ് പാസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ 0.2 amps. Okay.